ഹായ് കൂട്ടുകാരെ, ഇച്ചായിന്റെ ചിപ്പൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് കാണാൻ പോകുന്നത് ഒരു മിനി ദുബായ് ആണ്. അതായത് നമ്മുടെ തൃശ്ശൂർ പുഴയ്ക്കലുള്ള ശോഭ സിറ്റി. ഇപ്പൊ നമ്മള് അതിന്റെ ഗേറ്റ് ഒക്കെ കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് വഴികൾ കാണാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ വില്ലകളും ഫ്ലാറ്റുകളാണ് ഉള്ളത്. അപ്പൊ അവിടെയുള്ള ആളുകളുടെ ഗസ്റ്റുകൾക്കും മാത്രമാണ് അവിടെ പ്രവേശനമുള്ളൂ. നമുക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. നമുക്ക് പോകേണ്ടത് റൈറ്റ് സൈഡിലേക്കാണ്. അവിടെയാണ് നമ്മുടെ ശോഭ സിറ്റി മാൾ ഉള്ളത്. ഇപ്പൊ നമ്മള് ലെഫ്റ്റ് സൈഡിലായിട്ട് കാർ പാർക്കിംഗ് ആണ് ഉള്ളത്. ഇതിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് കാർ പാർക്കിംഗ് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ 30 രൂപയാണ് ഇവര് ഈടാക്കുന്നത്. നമുക്ക് നേരെ കുറച്ചും കൂടി നേരെ പോവാണെങ്കിൽ നമ്മുടെ 2 വീലറിലൊക്കെയാണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഈ ശോഭ സിറ്റി മാളിന്റെ സൈഡിലായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. 2 വീലർ ആണെങ്കിൽ 20 രൂപയാണ് ഇവര് ചാർജ് ഈടാക്കുന്നത്. നമുക്ക് അതിന്റെ അടിയിൽ കൂടെ മുകളിലേക്ക് കയറാനുള്ള ലിഫ്റ്റ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. ഇപ്പൊ ഞാനാണെങ്കിൽ ഈ ശോഭ സിറ്റി മാളിന്റെ മുൻഭാഗം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് മുന്നിലേക്കാണ് വന്നത്. ക്രിസ്തുമസ് ഒക്കെ അല്ലേ, അപ്പൊ ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് മുൻഭാഗമൊക്കെ. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമ്മുടെ ഐനോക്സ് എന്ന തിയേറ്ററിന്റെ ടിക്കറ്റ് കൗണ്ടർ ആണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മുടെ ശോഭ സിറ്റി മാളിന്റെ തിയേറ്റർ ഏറ്റവും മുകളിലാണ്. അപ്പൊ അവിടേക്ക് സിനിമയ്ക്കൊക്കെ കാണാൻ പോകണമെങ്കിൽ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അവിടേക്ക് പോകാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ വഴിയും ടിക്കറ്റ് ഇവിടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. ഇവിടെ കടന്നു വരുമ്പോ തന്നെ നല്ല ഭംഗിയായിട്ട് സ്റ്റാറുകളും ബോളുകളും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കൂടുതലായിട്ട് ക്രിസ്മസ് ട്രീയും ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ക്രിസ്തുമസിന് നല്ല ക്രിസ്മസ് ട്രീ ഒക്കെ ഇവര് നന്നായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ വെച്ചിരുന്നു. അപ്പൊ അത്രയൊന്നും ഇവിടെ ഇന്ന് കണ്ടില്ല വന്നപ്പോ. ഇവിടെ ചോക്കോ സ്ട്രീറ്റ് എന്ന് എഴുതിയിട്ട് കുറെ ചോക്ലേറ്റ്സുകൾ ഉണ്ട്. പല ടൈപ്പിലുള്ളതും പല രാജ്യത്തിൽ നിന്നും വന്നിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഐസ് ഫ്രൂട്ട്, കോല ഐസ്ക്രീം, പല ടൈപ്പിലുള്ള ഐസ്ക്രീമുകൾ ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് 10 രൂപയാണ് സ്റ്റാർട്ടിങ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വെറൈറ്റി സംഭവം ഞാൻ കണ്ടത് തലശ്ശേരി കോഴിയട എന്നൊക്കെ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ചെറിയൊരു ബോക്സില് സമൂസ പോലത്തെ ഒരു ഐറ്റം കണ്ടു. അപ്പൊ ആ ചേച്ചിയോട് ചോദിച്ചപ്പോഴാണ് ഡ്രൈ ചിക്കൻ പീസുകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നറിഞ്ഞത്. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് നോമ്പായതുകൊണ്ട് ഞാൻ അധികം നോക്കാൻ പോയില്ല. നമ്മളിനി ഫാത്തിമ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കിടക്കുന്നത്. കിടക്കുമ്പോൾ തന്നെ അവിടെ കാണുന്ന ഒരു കാഴ്ച ക്രിസ്മസ് കൂടാണ്. അത് വാങ്ങിക്കാവുന്ന രീതിയിലുള്ള ക്രിസ്മസ് കൂടാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ഹൈപ്പർ മാർക്കറ്റ് ആണല്ലോ, അതുകൊണ്ട് പിന്നെ സ്റ്റാറുകളും നമ്മളെ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിന്റെ ഐറ്റംസ് ആണ് കൂടുതലായിട്ട് എനിക്കിവിടെ കാണാനായിട്ട് പറ്റിയത്, ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. പിന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റിന്റെ ബാക്കിലായിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ടീ ഷോപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ സ്നാക്സുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ നമ്മളെ പോലുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ മിതമായ രീതിയിലാണ് ഇവിടെ ഇതിന്റെ റേറ്റുകളൊക്കെ അവരിട്ടിരിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെ മേശയും കസാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് കഴിച്ച് TV കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാറൊക്കെ ഉണ്ട്.
ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും ഒരുവിധമൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. താഴത്തെ കാഴ്ചകളൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് കുറേയധികം കാഴ്ചകൾ. പിന്നെ ഇവിടെ മസാജിങ് ചെയ്യുന്ന കസാര ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ വേണമെങ്കിൽ മസാജൊക്കെ ചെയ്ത് ആസ്വദിച്ച് പോകാവുന്നതാണ്. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ചെറിയ ടോയ് കാറുകളും പിന്നെ ബസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരതിൽ കയറ്റി നമ്മൾ ഈ ഫ്ലോറിലൊക്കെ നമുക്ക് ഓടിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഷോറൂം ഉണ്ട്. ഞങ്ങൾ മുന്നേ ഒരു ഫാഷൻ ഷോയ്ക്ക് ഇവിടെ ശോഭ സിറ്റി മാളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ വക കുറെ ഡ്രസ്സുകളൊക്കെ ഫാഷൻ ഷോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ ഫാഷൻ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് ഇപ്പൊ വാങ്ങാനൊക്കെ ആയിട്ട് കിട്ടും. നിങ്ങൾ ആരെങ്കിലും ഫാഷൻ ഷോ ഇവിടെ നടന്നതിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞങ്ങൾ ഈ വീഡിയോന്റെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഇരുന്ന് കാണാം. പിന്നെ ഇവിടെ ബ്യൂട്ടി പ്രോഡക്ട്സും ഇലക്ട്രോണിക് ഐറ്റംസും ഒക്കെ ഉണ്ട്. നമ്മളിനി ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടക്കാണ്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്പോട്ട് ഉണ്ട്. അത് ഞങ്ങൾ ഇപ്പൊ കാണിച്ചിട്ടില്ല, അത് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞങ്ങൾ കാണിക്കുന്നതാണ്. പിന്നെ ഇവിടെ 3D വീഡിയോ കാണുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഫൺ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണിൽ അത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് 3D ആയിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഈ നിലയിലും കാറുകളും ട്രെയിനുകളും ഒക്കെ ഉണ്ട്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫ്ലോറിലൊക്കെ അവരൊന്ന് ജസ്റ്റ് ഓടിച്ച് നമ്മളെ കൊണ്ടാക്കി തരും. പിന്നെ ഇവിടെ DC ബുക്സ് ഷോറൂം ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ തുണിത്തരങ്ങളുടെ ഷോറൂമായ മാക്സ്, പിന്നെ ഒട്ടനവധി ഷോറൂംസ് ഇവിടെ ഉണ്ട്. നേരത്തെ കണ്ട ട്രെയിനാണ് ഇത്. ഇവിടെ ഓടിക്കാനായിട്ട് ഡ്രൈവറെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല പറ്റിയ സമയല്ലേ, അപ്പൊ ഞാനും ഇതില് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും ഒന്ന് എനക്കാന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്ത് നോക്കി. അപ്പൊ ഇവിടെ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഫ്ലവേഴ്സ് ഗ്ലാസുകൾ ഒക്കെ ഉണ്ട്. വെറൈറ്റി ടൈപ്പ് ഗ്ലാസുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചില ബ്രാൻഡ് ഷോറൂംസിലൊക്കെ ഓഫറുകളൊക്കെ എഴുതിയിട്ടുണ്ട്. റിലയൻസ് ഡിജിറ്റൽ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഹൗസ് ഓഫ് കാന്റീൻ ഉണ്ട്. കുറെ അധികം സ്വീറ്റ്സുകളാണ് ഇവിടെ ഉള്ളത്, അതായത് മിഠായികൾ ഇങ്ങനത്തെ ടൈപ്പ് നമ്മൾ പല മാളുകളിലും കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു സംഭവം ഇവിടെയും ഉണ്ട്. ഇവിടെ ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഷോറൂം കാണാനുണ്ട്. പിന്നെ ഫാഷൻ ഫാക്ടറി എന്ന് പറഞ്ഞ ഷോറൂം ഇവിടെ ഉണ്ട്. ഇവിടെ ഈ പ്രാവശ്യം ഓഫറുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഫ്രീ ഷോപ്പിംഗ് വീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിവിടെ എഴുതിയിട്ടേക്കണത്. നമ്മൾ 2000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ തരും. പിന്നെ 1000 രൂപയുടെ എന്തോ ഗിഫ്റ്റും തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ്. ഇവിടെ നമുക്ക് ടാറ്റു ടെമ്പററി ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് നാളത്തേക്കൊക്കെ ഇട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഫിഷ് സ്പാ ഉണ്ട്. 2 കാലുകളൊക്കെ ഇട്ട് നമുക്ക് ഫിഷ് സ്പാ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മീനുകൾക്കൊക്കെ കൊത്താനായിട്ടൊന്ന് കൊടുക്കാവുന്നതാണ്. ഞങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. മറൈൻ വേൾഡിലാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. അപ്പൊ നമ്മളിപ്പോ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്.
ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് കാണാനുള്ളത്. ഒന്ന് ഫുഡ് കോർട്ടും പിന്നെ തിയേറ്ററും ആണ് ഇവിടെ മെയിൻ ആയിട്ട് കാണാനുള്ളത്. തിയേറ്റർ ഈ ഫുഡ് കോർട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉള്ളത്. ഇവിടെ കുറെ ആളുകൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചേട്ടൻ ലൈവായിട്ട് ഐസ് റോള് ഉണ്ടാക്കുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഭയങ്കര സ്ലോവിലാണ് ആള് ചെയ്യുന്നത്. എന്നാൽ കൂടി ഞങ്ങളിവിടെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു വെറൈറ്റി സംഭവമായിട്ട് എനിക്ക് തോന്നി. എല്ലാ സ്ഥലത്തും ഒരുവിധ സ്ഥലത്തൊക്കെ ഇത് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്രിസ്മസ് കൂട് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ക്രിസ്മസ് കൂട് ചെറിയ തോതിൽ അവര് നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗെയിംസുകൾ ഉണ്ട്. എല്ലായിടത്തും കാണുന്ന സംഭവം തന്നെയാണ്. ഇവിടെ അധികം എടുത്ത് പറയണമെന്നില്ല. ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വന്ന് കളിച്ച് ഗെയിംസിലൊക്കെ കളിച്ച് സ്കോർ ചെയ്യാവുന്നതാണ്. പിന്നെ കുട്ടികൾക്കായിട്ട് ഒരു പ്ലേ സ്കൂൾ ഉണ്ട് ഇവിടെ. അപ്പോ നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ചു നേരം ഇരുത്തി കളിച്ച് ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ ടോയ്സിന്റെ ഷോറൂമിന്റെ ഭാഗത്തേക്കാണ്. ഇവിടെ സാന്താക്ലോസിനൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പെട്ടി സമ്മാനപ്പൊതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ ചെറിയൊരു കുട്ടിക്കുറുമ്പൻ ഇങ്ങനെ എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾ വന്നോ? ഇല്ലേ, ഞാൻ സമ്മാനം കൊണ്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പിന്നെ പെട്ടി അടഞ്ഞ് പോയിട്ടുണ്ട്. അപ്പൊ സർപ്രൈസ് ആയിട്ട് നമുക്കൊരു ആൾക്ക് കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഗിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ ടാക്കോ ബെല്ല്, പിസ്സ ഹട്ട്, KFC ഇതൊക്കെ സെപ്പറേറ്റ് കടകളായിട്ടാണ് ഇവര് നടത്തുന്നത്. കൂടുതൽ ഫുഡ് കോർട്ടിന് പുറത്തായിട്ടാണ് ഇങ്ങനത്തെ കടകൾ കാണാം. ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. നമ്മള് പല മാളുകളിലും ഇങ്ങനെ തന്നെയാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. പിന്നെ ഇവിടെ പെർഫ്യൂം കടയുണ്ട്. പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് ഫുഡ് കോർട്ടിന്റെ ഓപ്പോസിറ്റ് ഇനോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതാണിത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കടന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു സ്പോട്ട് ഉണ്ടെന്ന്. ഇവിടെ ആ സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോ കിടക്കുന്നത്. ഇവിടെ നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ടും അതുപോലെ തന്നെ ചായ കുടിച്ചിട്ടോ സ്നാക്സ് കഴിച്ചിട്ടോ ഒക്കെ ഇവിടെ ഇരിക്കാവുന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒപ്പോ ലവേഴ്സിന്റെ ഒപ്പോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ നേരെ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഫ്ലാറ്റുകളാണ്. ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇവിടെ VIP-കളാണ് കൂടുതലായിട്ട് ശോഭ സിറ്റിയിൽ താമസിക്കുന്നത്. ഇത് മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ, ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.